ജീവിതത്തിൽ വളരെയധികം കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിലാണ് പലരും സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത്. ഞാനും അത്തരത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പൈസയുടെ ലഭ്യതക്കുറവ് നമുക്കുണ്ടാകുന്നത്, അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിലേക്ക് പൈസ വരാത്തത്, അത് എന്തുകൊണ്ടാണ് ഇതിലേക്ക് ആ ഒരു മണി ഫ്ലോ ഇല്ലാതെ വരുന്നത്, സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങും. അപ്പം നമ്മൾ ആലോചിച്ച് കുറേ അറിവുകളിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്കോ അല്ലെങ്കിൽ കടബാധ്യതകളിലേക്കോ ഒക്കെ എത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കയ്യിൽ പൈസ വന്നെങ്കിൽ മാത്രമേ അതിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഞാനിങ്ങനെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു നിമിഷങ്ങളിലാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് പൈസ അട്രാക്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ ആ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയുകയും അതിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുകയും അത് യൂസ് ചെയ്ത് പലതും എന്നിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൂളിഷ്നെസ് ആയി പോയി എന്നുള്ളതാണ് എനിക്ക് പിന്നീട് ലേറ്റർ ഇൻ മൈ ലൈഫ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫർമേഷനും അതുപോലെ വിഷ്വലൈസേഷനും സ്വിച്ച് വേർഡുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് പണത്തെ എന്നിലേക്ക് നിർബന്ധപൂർവ്വം പിടിച്ചടുപ്പിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യത്തെയാണോ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ പണത്തെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അത്തരത്തിലുള്ള ഹേർഡിൽസ് ആയിരിക്കും. അതായത് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, കടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഓവർകം ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സ്നേഹം അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് ആദ്യം വരുന്ന ആൾക്കാർ ഉറപ്പുള്ള ആൾക്കാരായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളവിടെ നിർത്താൻ പാടില്ല എന്നുള്ളത്, നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക, ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഞാനിങ്ങനെ ഈ എഫർമേഷൻസും വിഷ്വലൈസേഷൻസും അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകൾ ഉപയോഗിച്ച് എന്നിലേക്ക് പണം ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കവേ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയാണ് ഉണ്ടായത്. അല്ലാതെ എനിക്ക് ഒരു ശാശ്വതമായ പരിഹാരം കിട്ടുകയല്ല ഉണ്ടായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ചെയ്യുന്ന ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ കൂടുതൽ പഠിക്കുവാൻ തുടങ്ങി. അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മണി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കാൻ തുടങ്ങി, മണി റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ജീവിതാനുഭവങ്ങളിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നും, റിസർച്ചുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. ഒരു 5 പുസ്തകങ്ങളാണ് എനിക്ക് പണത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നതിന് വേണ്ടി സഹായിച്ചത്. ആ 5 പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു അവസരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളതായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പണത്തിൻ്റെ കാഴ്ചപ്പാടുകളെയാണ് മാറ്റേണ്ടത്. നമ്മുടെ മണി തിങ്കിങ് ആണ് എപ്പോഴും മാറ്റേണ്ടത്. അല്ലാതെ നിലവിലുള്ള പ്രോഗ്രാം, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിലവിലുള്ള പ്രോഗ്രാമുകളെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പണത്തെ ആകർഷിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള സാഹചര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ എന്നത് പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ് മാറ്റേണ്ടത്, തിങ്കിങ് പാറ്റേൺ ആണ് മാറ്റേണ്ടത്. അപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു തിങ്കിങ് പാറ്റേൺ ഒരു 5 സീരീസുകളായിട്ട് മണി മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പേരിൽ ക്ലാസ്സുകളായിട്ട് ഞാൻ കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അത് വളരെയധികം ഫലവത്തായി. അതിനകത്ത് പഠിപ്പിക്കുന്ന റിസോഴ്സ്ഫുൾ മൈൻഡ് സെറ്റും അതുപോലെ റിസോഴ്സ്ഫുൾ മൈൻഡ് സെറ്റ് മെഡിറ്റേഷനും ഒക്കെ വളരെയധികം ഫലവത്തായി. അതായത് നമ്മുടെ മനസ്സിലെ ഈ പണത്തെക്കുറിച്ചുള്ള പ്രോഗ്രാമിംഗ് മാറ്റി റീപ്രോഗ്രാം ചെയ്ത് നമുക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വായിക്കേണ്ട പുസ്തകങ്ങളിൽ ഒരു ബേസ് പുസ്തകവും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പുസ്തകമാണ്, ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ. അതായത് ജോർജ് എസ് ക്ലോസൻ എഴുതിയ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. കാരണം ഈ ബുക്ക് എന്ന് പറയുന്നത് ഏതൊരു ബിഗിനർക്കും വായിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ്. ഒരു കഥാരൂപത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് വെല്ലാസ്റ്റി വാറ്റൽസ് എഴുതിയ ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച്. വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. നമ്മുടെ പണത്തിൻ്റെ കാഴ്ചപ്പാടുകളെയൊക്കെ
മാറ്റിമറിക്കുന്ന നമ്മുടെ പണത്തിന്റെ തിങ്കിങ്, അതായത് നമ്മുടെ തിങ്കിങ് പാറ്റേണിനെ മാറ്റാൻ പറ്റുന്ന തരത്തിൽ ബെസ്റ്റ് ബുക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന് പറയുന്ന ഈ പുസ്തകത്തെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഓരോ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് അതിനെ റിവ്യൂ ചെയ്യാൻ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴത്തേക്ക് ഓരോരോ പുസ്തകങ്ങളായിട്ട് ഞാനൊന്ന് റിവ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഒരു മൂന്നാമത്തെ പുസ്തകമായിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മോഗൻ ഹൗസൽ എഴുതിയ സൈക്കോളജി ഓഫ് മണി. ഈ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അതായത് മണി അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിഹേവിയറാണ്, ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റ് ആണ് എന്നുള്ള ഒരു കാര്യം. കൂടുതലും സൈക്കോളജിയാണ്. അതായത് ഫിലോസഫി എന്നുള്ളതിനേക്കാൾ കൂടുതൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് മാറുമ്പോഴാണ് നമ്മളിലേക്ക് പണം അട്രാക്ട് ചെയ്യുന്നത്. ഫിലോസഫി ഒരിക്കലും വർക്ക് ആവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും സൈക്കോളജിക്കൽ ഘടകങ്ങളായിട്ടുള്ള ക്യാരക്ടർ, ഹാബിറ്റ്, ബിഹേവിയർ, ഇതൊക്കെ ഈ പാറ്റേണുകൾ നമ്മളിൽ മാറുമ്പോഴാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. മണി മാറ്റേഴ്സ് എന്ന് പറയുന്ന ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ്. അതുപോലെ ഞാൻ അടുത്തതായിട്ട് പരിചയപ്പെടുന്ന ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എഴുതിയത് നെപ്പോളിയൻ ഹില്ലാണ്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായനക്കാരനനുസരിച്ച് ഫ്ലെക്സിബിൾ ആകുന്ന ഒരു പുസ്തകം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ 23 ഡേയ്സിൻ്റെ എംപവർ യുവർ മൈൻഡ് ഓൺലൈൻ കോഴ്സിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. ആവശ്യക്കാരന് അനുസരിച്ച് മാറുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്, ആവശ്യക്കാരനനുസൃതമായിട്ട് മാറുന്ന പുസ്തകം. നിങ്ങൾക്ക് വെൽത്ത് ആണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ, ഹെൽത്ത് ആണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ, അതുപോലെ പ്രോഗ്രസ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ, സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ. അങ്ങനെ ഏത് രീതിയിലും ഈ പുസ്തകം വായനക്കാരനനുസരിച്ച് ഫ്ലെക്സിബിൾ ആകുന്നു. ഞാൻ കുറിച്ചിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഇതാണ് നിങ്ങൾ വായിക്കേണ്ട 5 പുസ്തകങ്ങളിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം. പിന്നീട് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലർ ആയിക്കൊണ്ടിരിക്കുന്ന റിച്ച് ഡാഡ് പുവർ ഡാഡ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാറ്റേണിലാണ് വായിക്കാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ രീതിയിൽ വായിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു കെൻ ഹോണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തി, ജപ്പാൻകാരൻ എഴുതിയ ഹാപ്പി മണി എന്നൊരു പുസ്തകം വളരെ നല്ല പുസ്തകമാണ്. ഞാൻ കേട്ടിട്ട് ഞാൻ വായിച്ചിട്ടില്ല, വാങ്ങണമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ഈ 5 പുസ്തകങ്ങളും നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. പണത്തിൻ്റെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഈ പുസ്തകങ്ങളും, അതായത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ അപഗ്രഥനങ്ങളും ഒക്കെ കൂട്ടി ചേർത്തുകൊണ്ട് മണി മാറ്റേഴ്സ് എന്ന പേരിൽ നമ്മളൊരു ക്ലാസ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. പണത്തിൻ്റെ കാഴ്ചപ്പാടുകളെയാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ടത്. അതിനുശേഷം നിങ്ങൾ പണം ആകർഷിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ആശയമായിട്ട് കാണാം. അതുവരേക്കും